സാഹചര്യം ഏതായാലും വലിയ തോതിൽ രാഹുൽ നിർണായകമായ ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാന്, ഈ പരാതിക്കാരി തിരുവനന്തപുരത്തുണ്ട്, എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രഹസ്യമൊഴി അടക്കം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ. അതിനുള്ള സാധ്യതകളുണ്ടോ? അത്തരം നീക്കങ്ങൾ കൂടി SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? സ്വാഭാവികമായും ഇങ്ങനെ മൊഴി നൽകിയാൽ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അത് ബലപ്പെടും, കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. അത്തരം നീക്കങ്ങളാണോ ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുള്ളത്? വിദേശത്ത് നിന്ന് ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടി തിടുക്കത്തിലായി പോയില്ലേ എന്ന വിമർശനം ഒരു കോണിൽ നിന്ന് ഉയർന്നു തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ നടപടിക്രമങ്ങൾ, അതായത് ഈ പരാതിക്ക് ഒരു നിയമസാധുത കൈവരുന്നതിന് വേണ്ടി പരാതിക്കാരിയുടെ 164 സ്റ്റേറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന നിഗമനത്തിൽ SIT എത്തിയത്. അതിന് പിന്നാലെയാണ് യുവതി അവരുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് അവരോട് തന്നെ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ് അത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ അവർ സന്നദ്ധരാകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അവർ SITയുടെ സംരക്ഷണത്തിൽ നിലവിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കും മജിസ്ട്രേറ്റിന് മുമ്പാകെ. അത് എവിടെയാണ് എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കാരണം ഏത് മജിസ്ട്രേറ്റിന് മുമ്പിലും ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അവരുടെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. അങ്ങനെ രഹസ്യമൊഴി കൂടി കൈമാറി കഴിഞ്ഞാൽ തീർച്ചയായും ആ പരാതിക്ക് ഒരു നിയമസാധുത കൈവരും. അങ്ങനെയെങ്കിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുമോ അതോ അല്പം കൂടി കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ആദ്യം കസ്റ്റഡി അപേക്ഷയാകും പരിഗണിക്കുക. അതിനുശേഷം മാത്രമേ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഒരുപക്ഷെ 4-5 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നാണ് SITയുടെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ തിരുവല്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഹോട്ടലിൽ അടക്കം എത്തിച്ച് രാഹുലുമായി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്. അതോടൊപ്പം ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി രാഹുലിന്റെ സ്മാർട്ട് ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ആദ്യ ദിവസം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. പക്ഷെ അതിന് വ്യക്തമായ മറുപടി രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം മാത്രമാണ് ഉണ്ടായത്. മറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ് എന്ന ഒരു പ്രതിരോധം തീർക്കുകയായിരുന്നു രാഹുൽ. പക്ഷേ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇനി അനിവാര്യമാണ് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കാരണം ഈ 3 കേസുകൾക്കും സമാനമായ ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തത വരികയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരാഴ്ചത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും SIT. അതാണ് സാഹചര്യം. ശരണ്യ, ഒപ്പം രാഹുല്, നമുക്കറിയാം നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കളും ആളുകളുമൊക്കെ രാഹുലിനെ സംരക്ഷിക്കാനും മറ്റും പല ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ജയിലിൽ ഏതാണ്ട് ഏകാന്തവാസമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെയുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിന് പൊതുവേ ഇല്ല. മറ്റ് 2 കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത രാഹുൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ തരത്തിൽ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും കുറച്ചുകൂടി ഗൗരവമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നുണ്ടോ? ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ ഇയാളെ കൊടുക്കുക എന്നുള്ളത്, ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ അത്തരത്തിൽ കോടതിയിൽ ബോധിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അന്വേഷണ സംഘം, അതായത് യുവതി തന്നെ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം അതിനനുസരിച്ചുള്ള, അതായത് ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് പോയാൽ അതിന് ഗുണകരമാകുന്ന രീതിയിലുള്ള സാമ്പിളുകളടക്കം, അതായത് ഗർഭം അലസിപ്പോകുന്ന ഘട്ടത്തിൽ അതിൻ്റെ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ അത്തരം ശാസ്ത്രീയ പരിശോധനകൾ കൂടി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളാണ് ഈ പെൺകുട്ടി എന്നുള്ള യുവതി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവ് ശേഖരണം കൂടി ഉണ്ടാവും. അത്തരം പരിശോധനകൾക്ക് വേണ്ടി
വേണ്ടിയാണോ അത്തരത്തിൽ രാഹുൽ രക്തസാമ്പിളുകളടക്കം ശേഖരിച്ചത്? കാരണം മെഡിക്കലിന് എത്തിക്കുന്ന ഘട്ടത്തിൽ രക്തസാമ്പിളുകളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് കേസുകളിൽ നിന്ന് വിഭിന്നമായി അത്തരത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയ എവിഡൻസ് ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. 7 ദിവസത്തേക്ക് കസ്റ്റഡി വാങ്ങണം എന്നുള്ളതാണ്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്തുള്ള യുവതിയാണ് ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയത്. പിന്നീട് സൂം മീറ്റിങ്ങിലൂടെ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അവർ നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശാനുസരണം അത്തരം നടപടിക്രമങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെ ഇത്തരത്തിൽ രാത്രി പാലക്കാട്ടെ ഹോട്ടൽ റൂമിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തിടുക്കത്തിലുള്ള നടപടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പോലീസിന് മുന്നിലേക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ MLA കൂടിയാണ് രാഹുൽ എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ പഴുതടച്ചുള്ള അന്വേഷണ രീതി അല്ലെങ്കിൽ മറ്റ് കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആലോചനയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി. അതിന് ഇന്നിപ്പോൾ കോടതിയിൽ രാഹുലിനെ ഹാജരാക്കിയ ശേഷം 7 ദിവസം SIT ടീം അംഗങ്ങൾ രാഹുലിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള അപേക്ഷയാണ് നൽകുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിനുശേഷം തിരുവല്ലയിൽ വെച്ചാണ് ഈ പീഡനം നടന്നിട്ടുള്ളത്, ബലാത്കാരം നടന്നിട്ടുള്ളതെന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഇടങ്ങളിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് യുവതിയുടെ കൂടെ സഹായം ആവശ്യമുണ്ടെന്നുള്ള യുവതിയിൽ നിന്ന് എത്തുമെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ കുറെ കൂടി അതിനകത്ത് പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷമായിരിക്കും കസ്റ്റഡിയിലെത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർത്തീകരിക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കസ്റ്റഡി അപേക്ഷ പരിഗണനയ്ക്കുണ്ട്. ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ശ്രമങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ നടത്തുന്നു. കോടതിയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ നിരക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് റിപ്പോർട്ടിൽ രാഹുൽ ഈശ്വർ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. തിരുവനന്തപുരം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും അറസ്റ്റ് അനിവാര്യമെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. പരാതിക്കാരിയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നാണ് രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിലെ പരാമർശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.